ലാലേട്ടനും ബിഗ് ബോസും ജിൻഡോയുടെ ടീമിനെതിരെ മോശമായിട്ട് കളിച്ചു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഇന്ന് ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഡെൻ ടീമിനെയാണ്. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് ഡെൻ ടീമാണെന്നാണ് ലാലേട്ടനും ബിഗ് ബോസും പറയുന്നത്. പിന്നെ എന്തിനാണ് ഇന്നലെ സാബുമോനെയും ശ്വേതാ മേനനെ കൊണ്ടും ജിൻഡോയുടെ ടീമിനെ ഒരു നല്ല വാക്ക് പോലും പറയിപ്പിക്കാതിരുന്നത്? വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്നലെ ടനൽ ടീമിനെ, അതായത് പുറത്താക്കപ്പെട്ടുള്ള അപ്സര ടീമിനെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞു. ഒന്നും കളിക്കാതെ സിജോയെ ബൂസ്റ്റ് ചെയ്തു. ജാസ്മിനെയും ശ്രീരോഗയും പറഞ്ഞത് ഒരുവിധം ഓക്കെ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തവണ പോലും ജിൻഡോയെ നന്നാക്കി പറഞ്ഞിട്ടില്ല, ജിൻഡോയുടെ ടീമിനെ പറഞ്ഞിട്ടില്ല. ഒരു തവണ സാബു ജിൻഡോയെ കുറ്റം പോലും പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ മസിൽ പിരിപ്പിച്ച് നടക്കുന്ന ആൾക്കാരെയും വിശ്വാസമില്ല എന്നുള്ളത്. ഹൗസിൽ വെച്ച് ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് വാടാ ചക്കര എന്ന് വിളിച്ച ഗസ്റ്റുകളാണ് പുറത്തു പോയതിനു ശേഷം ഈ രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ താറടിച്ച് ഒരു തവണ പോലും നല്ലത് പറയാതെ ഇന്ന് കൊണ്ടുവച്ച് ഏറ്റവും ബെസ്റ്റ് ടീമാണെന്ന് ഡെന്നിന് പറയുന്നുണ്ട്. അത് എന്ത് രക്തത്താപ്പാണെന്ന് മനസ്സിലാകുന്നില്ല. ഏറ്റവും മികച്ച ടീം ഡെൻ ആണെങ്കിൽ തീർച്ചയായും അവർക്ക് വേണം അപ്രിസിയേഷൻ കിട്ടാൻ. ജിൻഡോയോട് സംസാരിക്കാൻ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, പട്ടിപ്പണിയായിരുന്നു ലാലേട്ട, അത്രയും കഷ്ടപ്പെട്ട് കളിച്ചിട്ടുണ്ട് എന്ന്. ഏതായാലും എനിക്കിതൊരു അൺഫെയർ ആയിട്ട് തോന്നി. ഇന്ന് അപ്രിഷിയേറ്റ് ചെയ്തു, പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിൽ അവഗണിച്ചത് നന്നായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.